പൈനാപ്പിൾ മധുരക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ഗ്രേപ്സ് 10-12 എണ്ണം എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, തൈര് 1/4 കപ്പ്, അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ 1/2 കപ്പ്, ജീരകം കടുക് 1/2 ടീസ്പൂൺ വീതം, പച്ചമുളക് 2 എണ്ണം. താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. നമ്മളൊരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും 2 പച്ചമുളകും കൂടെ ഇടാം. നമുക്ക് ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കിനി ഇത് 2 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർക്കാം. ഏത്തപ്പഴം ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റും കൂടി ഇത് അടച്ചു വെക്കാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ, ജീരകം, കടുക്, പച്ചമുളക് ഇതെല്ലാം കൂടി അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണിത്. ഈ അരപ്പ് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കാം. നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. നമുക്കിനി ഗ്രേപ്സും കൂടി ചേർക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്കിനി ഇതൊന്ന് യോജിപ്പിക്കാം. നമ്മളിത് ഇളക്കുമ്പോൾ ഗ്രേപ്സ് ഉടഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. പൈനാപ്പിൾ മധുരക്കറി റെഡി ആയിട്ടുണ്ട്.